തിരുവനന്തപുരം കല്ലമ്പലത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും യുവാവ് പിന്മാറി. വധുവിന്റെ അമ്മ പലിശയ്ക്കെടുത്ത പണത്തിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബ്ലേഡ് മാഫിയ വരനെയും ഭീഷണിപ്പെടുത്തിയത്. വിവാഹം മുടങ്ങിയതിനാൽ മനം നൊന്ത് പ്രതിസുത വധു ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ ചുമ്മാ കല്യാണം കഴിഞ്ഞുമ്പോ ഉണ്ടാക്കണ്ട, എന്റെ പണം തന്നിട്ട് ഉണ്ടാക്കിയാ മതി. ഞാൻ ഇപ്പോഴും ഞാൻ ഈ പൈസ അലക്കിലിങ്ങി വരും, വരക്കിലിങ്ങി വരും. നീയൊക്കെ എല്ലാവരും പണം വേണം ഒറ്റ എങ്ങനെ മോളെ മുടങ്ങിയെന്ന് ചോദിക്കൂലേ? ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കൂലേ എന്തുകൊണ്ട് കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത്? അതല്ലേ പറഞ്ഞ ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്, ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ബ്രൗൺ ആറ്റിങ് എന്തോ കൊണ്ടാണ് അതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ പോയ വ്യക്തികളെയൊക്കെ ഇവരെ എനിക്കറിയുള്ളൂ. അവിടെ കുറെ പേര് ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിഷയ്ക്കറിയാം ബ്രൗൺ ആരാണെന്നും എന്താണെന്നുള്ള വിവരം മൊത്തവും നിഷയ്ക്കറിയാം. അവരുമായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം. ഈ അവർ ഇവരെ കൊണ്ടുപോയി 30 ഗുണ്ടാൾക്ക് 10-30 പേര് 3 വണ്ടിയിലാണ് പോയത്. ബാക്കി എല്ലാവരും റോഡിൽ അവരെ ഒരു റോഡാണ് അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നീതി ലഭിക്കുമെന്ന് അവർ പറയുന്നതല്ലാതെ ഇവരെ അകത്തിട്ടാൽ ഞാൻ അവർക്ക് സല്യൂട്ട് ചെയ്യും നീതി ലഭിച്ചെന്ന്. ഇവരെ ഈ പോയവരെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും എനിക്ക് സമാധാനം. ഇവരെ ഞാനും എൻ്റെ മോളോട് ചേർന്നവരെ ജയിലിനകത്താക്കണം, എനിക്കാക്കണം. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. എല്ലാ അച്ഛനും അമ്മയ്ക്കും മക്കളെ വളർത്തി ഒരു കുടുംബം നോക്കി വരുമ്പോൾ ബാധ്യത ഉണ്ടാവും. ഗൾഫിൽ നിന്നും ആരും പോയി എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരല്ല. അപ്പം ബാധ്യതയ്ക്ക് നമ്മൾ ചിലപ്പോൾ പലിശയ്ക്ക് 1 ലക്ഷം രൂപയായിരിക്കും നമ്മൾ പലിശയ്ക്ക് എടുക്കുന്നത്. അവർക്ക് പലിശ കൊടുത്ത് നമ്മൾ 10 ലക്ഷം രൂപയോളം നമ്മൾ കടക്കാറാവും. അപ്പൊ അങ്ങനെയുള്ള പലിശക്ക് 10 രൂപ പലിശക്ക് 10 രൂപ പലിശ എല്ലാ ഗൂഗിൾ പേയിലും ഉണ്ട് ഇട്ട് കൊടുത്തത്. ഗൂഗിൾ പേയിൽ പലിശയും മുതലും എല്ലാം ഇട്ട് കൊടുത്ത എല്ലാ രേഖകളും എൻ്റെ ഉണ്ട്. ഇവരിത് കാണിച്ചത്. ഇനി ഇതിപ്പോ പറയാന്ന് വെച്ചാൽ ഇതെല്ലാം പലിശ, ഇനി മുതൽ കൊടുക്കണം. ഈ കൊടുത്തതെല്ലാം 10 രൂപ പലിശ. 10 മാസമായപ്പോൾ 1 ലക്ഷം രൂപ ആയില്ലേ. ഈ പൈസ എല്ലാം ഞാൻ മഴയത്തും വെയിലത്തും കിടന്ന് പൊതിച്ചോറ് വിറ്റാണ് ഇത് കൊടുത്തോണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് ഇവരെ എല്ലാവരും ജയിലിനകത്താക്കണം. സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ വാങ്ങിയ പണവും പലിശയും തിരികെ ആവശ്യപ്പെട്ട ഒരു സംഘം ആളുകൾ വരന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. യുവാവിന്റെ അയൽവീടുകളിലെത്തി പെൺകുട്ടിയുടെ വീട്ടുകാർ കടക്കണിയിലാണെന്ന് പറഞ്ഞ് നാണം കെടുത്തുകയും ചെയ്തു. എസ് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ വട്ടിപ്പലിശ സംഘം കാണിച്ച ക്രൂരത അത് ഒരുപക്ഷെ ഒരു കുടുംബത്തിനും ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. വിവാഹം മുടങ്ങുന്നു, അതായത് ഈ വരൻ്റെ വീട്ടിലെത്തുന്നു, വരൻ്റെ അയൽവീടുകളിലെത്തുന്നു, പെൺകുട്ടിയുടെ കുടുംബം കടക്കിണിയിലാണെന്ന് പറഞ്ഞു. പിന്നാലെ വിദേശത്ത് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവാവിനെ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് ആ പെൺകുട്ടി ജീവനെടുക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയകളുടെ അവർക്കെതിരെയുള്ള പരാതികൾ ഉയരുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഈ വരുന്ന ജനുവരി 1-ാം തീയതിയായിരുന്നു. ബന്ധുക്കളെയും നാട്ടുകാരെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിവാഹ ക്ഷണം ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സംഭവം നടന്നതെന്നും ഏറെ രസത്തോടെ തന്നെ പറയേണ്ടി വരും. ഈ പെൺകുട്ടിയുടെ മാതാവ് ഈ കല്ലമ്പലം മേഖലയിൽ പൊതിച്ചോറ്, റോഡിന്റെ വശത്തിരുന്ന് പൊതിച്ചോറ് വിൽക്കുന്ന ജോലിയായിരുന്നു. ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായ സമയത്ത് ആണ് ഈ ബ്ലേഡ് മാഫിയകളിൽ നിന്നും പണം വാങ്ങേണ്ടി വന്നത്. അവർ പണം വാങ്ങാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ പണം വാങ്ങിയതിനു ശേഷം കൃത്യമായി തന്നെ ഇവർ മുതല് പലിശ അടക്കം അടച്ചു വരികയായിരുന്നു. ഇതിനിടയ്ക്ക് പെൺകുട്ടിയുടെ പിതാവ് അടുത്തിടെ മരണപ്പെട്ടു. അതിനുശേഷം ഈ രീതിയിൽ മുതൽ അടയ്ക്കുന്നതിൽ ചെറിയ വീഴ്ചകൾ വന്നിരുന്നു എന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ വിവാഹം അടുത്തതോടെ ഈ പണം നൽകിയവർ പണം തിരികെ വേണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ സമീപിച്ചിരുന്നു.
എത്തി ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ പണം തിരികെ നൽകാമെന്ന് ഇവർ അറിയിച്ചിരുന്നതാണെങ്കിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഈ പണം തിരികെ വേണമെന്ന നിലപാടിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനിരുന്ന ഈ കൊല്ലം സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയതും യുവാവിനെ അപായപ്പെടുത്തുമെന്ന രീതിയിൽ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതായും ഈ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞതോടുകൂടി ഈ പെൺകുട്ടി ഈ വരന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ആശുപത്രിയിൽ തത്സമയം എത്തിച്ചത് കാരണമാണ് ജീവൻ തന്നെ നിലനിർത്താൻ കഴിഞ്ഞതെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെ തുടർന്ന് കല്ലമ്പലം പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ ഏകദേശം 2 ദിവസത്തോളം ഈ പരാതി കല്ലമ്പലം പോലീസ് പിടിച്ചുവെച്ചതായും ആ പരാതിയിന്മേൽ നടപടിയെടുക്കാതിരുന്നതായും തന്നെ ഇവർ ആരോപിക്കുന്നുണ്ട്. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകിയപ്പോഴാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സുനി, നിഷ, അൻസാരി എന്നീ 3 പേർക്കെതിരെ അവരുൾപ്പെടെ ഏകദേശം 30ഓളം പേരാണ് ഇവരെ ഈ തരത്തിൽ ശല്യപ്പെടുത്തിയതെന്നും ഈ വരന്റെ വീട്ടിൽ ഉൾപ്പെടെ എത്തി ഭീഷണിപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ 8 പേർക്കെതിരെ നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചത്. ടോം, എസ് അഭിലാഷാണ് സംഭവത്തിൽ വിവരം നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ ഈ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വരൻ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു. അതിൻ്റെ മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ശ്രമിച്ച സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.